സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് AICC ആസ്ഥാനത്ത് വന്ദേ മാതരം 2 ചരണം കഴിഞ്ഞും തുടർന്നപ്പോൾ സോണിയാഗാന്ധിയും ഖാർഗെയും ഒന്ന് ഞെട്ടി. ഇരുവരും നിർത്താൻ എന്ന പോലെ കൈകൊണ്ട് എന്തോ കാണിച്ചു. രാഹുൽ ഗാന്ധി ആലപിക്കുന്നയാളെ തുറച്ചു നോക്കി ആശ്ചര്യം പ്രകടിപ്പിച്ചു. പക്ഷേ വന്ദേ മാതര ആലാപനം തുടരുകയും പൂർത്തിയാക്കുകയും ചെയ്തു. പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി മുഴുവൻ വന്ദേ മാതരവും പാടുന്നു എന്ന വിമർശനമാണ് കോൺഗ്രസ് ഇതോടെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. വന്ദേ മാതരം ഒന്നാകെ ആലപിക്കാൻ ആഹ്വാനം ചെയ്ത ഉത്തരവ് എങ്ങനെ പാലിക്കപ്പെട്ടു എന്നു തന്നെയാണ് രാജ്യം ഉറ്റുനോക്കിയത്. ഈ വിഷയം ഇന്ന് സ്പോട്ട്ലൈറ്റും ചർച്ച ചെയ്യുന്നു. വന്ദേ മാതരത്തിൽ കോൺഗ്രസിന് പിഴച്ചോ? ചരിത്രത്തിലാദ്യമായാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ രാജ്യം വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചത്. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയുടെ തുടക്കത്തിലായിരുന്നു ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ മുഴുവൻ ആലാപനം നടന്നത്. തുടർന്ന് ദേശീയ ഗാനം ആലപിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. വന്ദേ മാതരം ഗാനത്തിന് 150 വർഷം തികയുന്ന വേളയിലാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്ത ചടങ്ങിലും വന്ദേ മാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ചിരുന്നു. ഔദ്യോഗിക പരിപാടിയിൽ ദേശീയ ഗീതത്തിന്റെ പൂർണ്ണരൂപം പാടുന്നതും ഇതാദ്യമായിരുന്നു. AICC ആസ്ഥാനത്ത് വന്ദേ മാതരം പൂർണ്ണമായും പാടിയത് കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട്. സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിലായിരുന്നു ഈ സംഭവം. ആദ്യ വരികൾക്കു ശേഷം ഈ ഗാനം തുടർന്നപ്പോൾ സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും വന്ദേ മാതരം മുഴുവനായും ആലപിക്കപ്പെടുകയായിരുന്നു. വേദിയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയും സംഭവത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാജ്യത്ത് വന്ദേ മാതര വിവാദം കൊടുമ്പിരികൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വീഴ്ച വന്നത്. വന്ദേ മാതരം പൂർണ്ണമായും പാടിയതിനെ ന്യായീകരിച്ച് വലയുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. മുഴുവൻ പാടിയതിൽ തെറ്റില്ലെന്നായിരുന്നു ജയറാം രമേശിന്റെ പ്രതികരണം. സോണിയാഗാന്ധി ആലാപനം തടഞ്ഞില്ലെന്നും ഖാർഗെക്ക് ഇരിക്കാൻ കസേര കൊണ്ടുവരൂ എന്ന് മാത്രമായിരുന്നു സോണിയാഗാന്ധി പറഞ്ഞതെന്നും ജയറാം രമേശ് പറഞ്ഞു. വന്ദേ മാതര ആലാപനം തടസ്സപ്പെടുത്തുന്നത് ശിക്ഷാർഹമായ കുറ്റമായതിനാലായിരുന്നു വിശദീകരണം. സംഭവത്തിൽ AICC ഓഫീസ് സെക്രട്ടറിക്കെതിരെ നടപടി വന്നേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തന്നെ കേരളം ഒഴിച്ചുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചതും നമ്മൾ പറയണം. കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള വ്യതിചലനം വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. നമ്മുടെ രാജ്യത്ത് ജനഗണമന ആലപിക്കുന്നതിന് മുൻപായി വന്ദേ മാതരത്തിന്റെ 6 ചരണങ്ങളും ആലപിക്കണമെന്ന് വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് ജനുവരി മാസം 28-നാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയത്. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണെന്നും മാതൃരാജ്യത്തെ ഹിന്ദു ദേവതയായി പരാമർശിക്കുന്ന ദേശീയ ഗീതം ആലപിക്കാൻ താല്പര്യമില്ലാത്തവരെ അതിന് നിർബന്ധിക്കരുത് എന്നും ഫെബ്രുവരി മാസം 28-ലെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദേശീയ ഗീതം ആലപിക്കാൻ നിർബന്ധിതരാകുമ്പോൾ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം എന്നും കോടതി പറഞ്ഞിരുന്നു. ഇതിനിടയിൽ 2026 ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്നത് തടയുന്നതിനുള്ള 1971-ലെ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് ഈ ഭേദഗതി കൊണ്ടുവന്ന് വന്ദേ മാതര ആലാപനം തടസ്സപ്പെടുത്തുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കി. മുൻപ് ദേശീയ ഗാനമായ ജനഗണമനയെയും ദേശീയ പതാകയെയും ഭരണഘടനയെയും അപമാനിക്കുന്നത് മാത്രമായിരുന്നു തടവു ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റം. ഇതോടെ വന്ദേ മാതരം പാടുന്നത് തടസ്സപ്പെടുത്തുന്നതും അതിനെതിരായ ഏതൊരു നീക്കവും 3 വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി മാറി. ഈ നിയമ ഭേദഗതിക്ക് ശേഷമാണ് വന്ദേ മാതരം ആലപിക്കുന്നതിൽ നേരത്തെ നൽകിയ നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കണം എന്ന് ജൂലൈ 9-ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വീണ്ടും നിർദ്ദേശിച്ചത്. വന്ദേ മാതരം മുഴുവൻ വരികളും പാടണമെന്ന പുതിയ മാർഗനിർദ്ദേശവും ഉത്തരവുകളും വന്നതോടെ കോൺഗ്രസ് നേതാക്കൾ ഇതിനെതിരെ രംഗത്തു വന്നിരുന്നു. അതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു.
1937 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൊൽക്കത്തയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് ഗാനത്തിന്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ മാത്രം ദേശീയ പരിപാടികളിൽ ഔദ്യോഗികമായി ആലപിച്ചാൽ മതി എന്നൊരു തീരുമാനം കൊണ്ടത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ ഉൾപ്പെടുത്തിയിരുന്ന ഈ ഗാനത്തിന്റെ ആദ്യ വരികൾ മാതൃഭൂമിയുടെ പ്രകൃതി സൗന്ദര്യത്തെയും സമൃദ്ധിയെയും വർണ്ണിക്കുന്നവയായിരുന്നു. എന്നാൽ തുടർന്നുള്ള വരികളിൽ ഹൈന്ദവ ബിംബങ്ങളും ആരാധനാ സങ്കല്പങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഇത് മറ്റ് മതവിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുമെന്നും ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെയും ദേശീയ ഐക്യത്തെയും ബാധിക്കുമെന്നും കോൺഗ്രസ് വിലയിരുത്തി. അതിനാലാണ് എല്ലാവർക്കും സ്വീകാര്യമായ ആദ്യ ഭാഗം മാത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ശേഷം 1948 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ജനഗണമനയ്ക്കൊപ്പം ബഹുമാനിതമായി കണ്ട് വന്ദേ മാതരത്തെ അംഗീകരിച്ചു. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നതിനായി വിവാദപരമായ ഭാഗങ്ങൾ ഒഴിവാക്കുക എന്ന പ്രായോഗികവും മതേതരവുമായ നിലപാടാണ് ഇന്നുവരെ കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസ് പാർട്ടി വന്ദേ മാതരത്തിന്റെ പ്രാധാന്യം കുറച്ചു കളഞ്ഞു എന്ന് കേന്ദ്ര സർക്കാരും BJPയും കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആദ്യ 2 ശ്ലോകങ്ങൾ മാത്രം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പൊതുവായി ആലപിക്കാമെന്ന കോൺഗ്രസ് നിലപാടിനെയാണ് 8 പതിറ്റാണ്ടിനിപ്പുറം BJP വിവാദമാക്കുന്നത്. NDA സർക്കാർ വന്ദേ മാതരം ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് ശക്തമായി തന്നെ എതിർത്തിരുന്നു. രാജ്യത്ത് കൂടുതൽ വിഭജനത്തിന് വന്ദേ മാതരം ബില്ല് കാരണമാകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ അവകാശവാദം. പിന്നീടാണ് ജനഗണമനയ്ക്ക് തത്തുല്യമായ പ്രോട്ടോകോൾ വന്ദേ മാതരത്തിനും നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. ഇത് സംബന്ധിച്ച് ഒരു അഡ്വൈസറി സംസ്ഥാനങ്ങൾക്ക് നൽകുകയും പിന്നീട് നിയമപരമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു കേന്ദ്രം. ഇപ്പോൾ ഇതാ കോൺഗ്രസ് ഭരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വന്ദേ മാതര ആലാപനത്തിന് നിശിതമായ നിലപാട് സ്വീകരിച്ചതിനിടയിലാണ് AICC ആസ്ഥാനത്ത് വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചത്. അതേസമയം തമിഴകത്തേക്ക് പോയാൽ തമിഴ് തായ് വാഴ്ത്തും വന്ദേ മാതരവും ഒഴിവാക്കിയായിരുന്നു തമിഴ്നാട് സർക്കാരിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നത്. കേന്ദ്ര നിർദ്ദേശത്തെ വെല്ലുവിളിച്ചാണ് വിവാദങ്ങൾക്കു ശേഷം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേ മാതരം അടിച്ചേൽപ്പിക്കേണ്ടതില്ലെന്ന് കേരളത്തിലെ UDF സർക്കാർ തീരുമാനിച്ചത്. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയ മാർഗനിർദ്ദേശങ്ങളിൽ വന്ദേ മാതരം ആലപിക്കാൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ കേരളത്തിൽ BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം തുടങ്ങിയത് വന്ദേ മാതരം ആലപിച്ചായിരുന്നു. തൃശൂരിൽ ജില്ലാതല ആഘോഷ വേദിക്ക് സമീപത്ത് വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ച് BJP പ്രതിഷേധിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ ദേശീയ ഗാനം മേയർ പാടിയപ്പോൾ BJP കൗൺസിലർമാർ വന്ദേ മാതരം പാടി. കാസർഗോഡ് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വന്ദേ മാതരം പൂർണ്ണമായും പാടുന്ന പരിപാടിയിൽ റെക്കോർഡ് ചെയ്ത വന്ദേ മാതരത്തിനൊപ്പം ചുണ്ടനക്കിയത് ശരിയാകാത്തത് ട്രോളായി മാറുകയും ചെയ്തു. AICC ആസ്ഥാനത്ത് നടന്ന വന്ദേ മാതര ആലാപനവും അതിനെ തുടർന്നുണ്ടായ ആശയക്കുഴപ്പങ്ങളും സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു ആശയ സംഘട്ടനത്തിന്റെ പ്രതിഫലനമാണ്. മതേതരത്വവും തീവ്ര ദേശീയതയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ വന്ദേ മാതരം കരുത്തുറ്റ ഒരു രാഷ്ട്രീയ ആയുധമായി മാറിക്കഴിഞ്ഞു. നിയമ നടപടികളുടെയും ദേശീയതാവാദത്തിന്റെയും സമ്മർദ്ദങ്ങൾക്കിടയിൽ ആശയപരമായ വ്യക്തതയും രാഷ്ട്രീയ നിലപാടും കോൺഗ്രസ് എങ്ങനെ തിരിച്ചുപിടിക്കും എന്നത് തന്നെയാണ് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഈ നിരീക്ഷണത്തോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.